നമ്മൾ അവരെ വേർപെടുത്താൻ ശ്രമിക്കുമെന്നവർ ഭയപ്പെടുന്നുണ്ട്. ക്ലാര കുഞ്ഞ് മാത്രമായിരുന്നെങ്കിൽ ശരി. ഇതിപ്പോ സംഗതി അങ്ങനെയല്ലല്ലോ. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പനാണ് സത്യം. അതൊരു സാത്താന്റെ വിത്ത. പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും മുമ്പില് തരക സാറിന് തലയോർത്തി നടക്കാൻ പറ്റുമോ? എനിക്കും ആരുമില്ല എന്റെ കുഞ്ഞല്ലാതെ. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ക്ലാരമോളെ കാണുന്നത്. ആ നിമിഷം പുകയുന്ന ഒരു അഗ്നിപർവ്വതം പോലെ ആയിരുന്നു എൻ്റെ മനസ്സ്. ഞാനൊന്ന് സോഫ്റ്റായി പോയിരുന്നുവെങ്കിൽ അവിടെ മുൻപിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോകുമായിരുന്നേനെ. പള്ളിമുറ്റത്ത് വെച്ച് അങ്ങനെ ഒരു സീൻ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതാണ്. എനിക്ക് മനസ്സിലായി അച്ചായ, എനിക്കത് മനസ്സിലായി. അവളുടെ മുന്നിൽ അത്രയ്ക്കും കർശനക്കാരനാവാനൊന്നും അച്ചായനാവില്ലെന്ന് എനിക്കറിയാം. അല്ല മോളിക്കുട്ടി, ഇപ്പൊ എന്റെ മനസ്സിൽ മറിച്ചാണ് തോന്നുന്നത്. അവിടെ മുമ്പിൽ നമ്മൾ കുറച്ച് കർശനക്കാരായേ പറ്റൂ. എന്തിനാ അച്ചായ? ക്ലാരമോളെ പറ്റി അച്ചായന് നന്നായിട്ട് അറിയാലോ. എങ്കിൽ അവൾ നമ്മളിൽ നിന്ന് അകലാനേ നോക്കൂ. അത് വേണ്ട. അവൾ താമസിയാതെ മടങ്ങി വരുമെന്ന എനിക്ക് സിസ്റ്ററിനോടും അനാഥാലയത്തിലും ഒക്കെ അനുവാദം ചോദിക്കാതെ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വിളിച്ചപ്പം വരാതിരുന്നത്. അല്ലേ അച്ചായ? ഇല്ല മോളിക്കുട്ടി, അവൾ വരില്ല. ഒഴിഞ്ഞു മാറിയത് അവൾ. ആ കുഞ്ഞും ക്ലാരയും തമ്മിലുള്ള ബന്ധം നീ ശ്രദ്ധിച്ചോ? അവര് തമ്മിൽ വല്ലാത്ത ഒരു ആത്മബന്ധം അല്ലേ? നമ്മൾ അവരെ വേർപെടുത്താൻ ശ്രമിക്കുമെന്നവർ ഭയപ്പെടുന്നുണ്ട്. അവിടെ ചലനങ്ങളിൽ നിന്ന് ഞാനതാ മനസ്സിലാക്കിയത്. അച്ചായൻ വെറുതെ ഓരോന്ന് സംശയിക്കുന്നതാ. അവള് വരും, നോക്കിക്കോ. മോള് ചേച്ചി, എന്താടാ ഫിലിപ്പോസേ, നീ എന്താ നിന്ന് കിതയ്ക്കുന്നേ? കേട്ട മാത്രമേ തന്നെ മിന്നല് പോലെ അല്ലേ പാഞ്ഞത്. എന്താ നീ കേട്ടത്? മോള് ചേച്ചി ഇത്തിരി വെള്ളം എടുത്തേ. എന്തൊരു പരവേശം. നീ കാര്യം എന്താന്ന് വെച്ചാ പറ ഫിലിപ്പോസേ. അതിനുശേഷം വെള്ളോ ചോറോ എന്ത് വേണേലും തരാം. എന്നാൽ അത് മതി. തരക സാറില്ലേ? ഉണ്ട്, വിളിക്കണോ? നില്ല. അല്ല മോള് ചേച്ചി, ഞാൻ കേട്ടതൊക്കെ നേരാണോ? അതാ ഞാൻ വീണ്ടും ചോദിക്കുന്നേ, നീ എന്താ കേട്ടത്? മോള് ചേച്ചിയും സാറും കൂടി ചെന്ന് ക്ലാര കുഞ്ഞിനെ കണ്ടെന്നോ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാൻ പോണെന്നോ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അല്ലേ, ഇക്കാലത്ത് ഇതാരെങ്കിലും ചെയ്യൂ? ക്ലാര കുഞ്ഞ് മാത്രമായിരുന്നെങ്കിൽ ശരി. ഇതിപ്പോ സംഗതി അങ്ങനെയല്ലല്ലോ. ആ സാത്താൻ കുഞ്ഞും കൂടി ഇല്ലേ? സാത്താൻ കുഞ്ഞോ? അതിനെ കൊണ്ടാ ക്ലാര കുഞ്ഞ് ഈ പടി ചവിട്ടാൻ പോണെന്ന് ഓർക്കുമ്പോഴാ. അനാഥ കൊച്ചേ സ്നേഹ, എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പനാണ് സത്യം. അതൊരു സാത്താന്റെ വിത്ത. ആരാന്റെ കുഞ്ഞിനെ ചുമക്കേണ്ട ചുമതല മോളി ചേച്ചിക്കും തരകസാറിനും ഉണ്ടോ? അതിന്റെ കാല് തൊട്ടാ ഈ വീട് മുടിയും. ഒരു തർക്കവും. ഈ വീടിനൊരു ആപത്ത് വന്ന് കയറുന്നത് കാണാനുള്ള ത്രാണി എനിക്കില്ല എന്റെ മോളി ചേച്ചി. ഞങ്ങൾക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ഫിലിപ്പോസേ. എത്രയായാലും അവളാ കുഞ്ഞിനെ സ്നേഹിച്ചു പോയില്ലേ. കുഞ്ഞില്ലാതെ അവളിങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞപ്പോ കുഞ്ഞിന്റെ താളത്തിനൊത്ത് തുള്ളിയാൽ ഒടുവിൽ കുരുടെ ആനയെ കണ്ട മാതിരിയാവും. പിന്നെ എനിക്ക് അത്യാവശ്യം ചില മന്ത്രങ്ങളും മാജിക്കുകളൊക്കെ അറിയാന്ന് മോളി ചേച്ചിക്ക് അറിയാലോ.
അതൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ സഹായിച്ചെടുത്തേ. അതെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഈ വീടിന്റെ നന്മയെ കരുതിയാണെന്ന് മോൾ ചേച്ചി കരുതിയാ മതി. ആ അനാഥ കൊച്ചിന്റെ പേരും നാളും ഒക്കെ വെച്ച് ഞാനൊന്ന് കറക്കി കുത്തി നോക്കി. എന്റെ മോൾ ചേച്ചി, അത് സാത്താന്റെ കുഞ്ഞ് തന്നെയാ. കാല് വെക്കുന്നിടം മുടിയും. അല്ലെങ്കിൽ തന്തേരെയും തള്ളേരെയും കൂടെ ജീവിക്കാനുള്ള യോഗം ഉണ്ടാവൂലായിരുന്നോ? അവരൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോന്ന് എന്നെ സംശയ. ഇതിന്റെ തല കണ്ടപ്പോഴേ രണ്ടിന്റെ തല തെറിച്ചു കാണും. ക്ലാര കുഞ്ഞിനെ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റൂ? ആകെയുള്ള ഒരു പെൺതരിയല്ലേ. ക്ലാര കുഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതിൽ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമ്മളായിട്ട് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. സ്നേഹക്കൊച്ചിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ അവർക്കിടയിൽ നീറിപ്പുകയുന്നുണ്ട് എന്റെ മോളി ചേച്ചി. മാർഗരറ്റ് അമ്മ മനഃപൂർവ്വം ആ കൊച്ചിനെ നമ്മളെ ക്ലാരക്കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തെന്നാ എന്റെ ബലമായ സംശയം. അനാഥാലയത്തിൽ എത്രയോ കൊച്ചുങ്ങളുണ്ട്. അവരോടൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക താല്പര്യം സ്നേഹമോളോട് എന്തിനാ കാണിക്കുന്നേ? മോളി ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ പറയുന്നത് തെറ്റോ ശരിയോ? തെറ്റും ശരിയൊന്നും ഞാൻ ആലോചിച്ചില്ല. തെറ്റുപോയില്ലേ അവളെ? എന്തെങ്കിലും ആയിക്കോട്ടെ. ഞങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്നതിലും ഭേദമല്ലേ ഇത്? അവളുടെ ഇഷ്ടങ്ങൾ തന്നെ നടക്കട്ടെ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. സ്പീഡില് ചങ്ക് പറഞ്ഞ് സൈക്കിൾ ഓട്ടിയത് വെറുതെ ആയല്ലോ എന്റെ കർത്താവേ. എന്നതാണോ പിലാത്തോസേ എന്ന് പിറുപിറുക്കുന്നത്? അയ്യോ എന്റെ തരക സാറേ, ഞാൻ പ്രാർത്ഥിക്കായിരുന്നേ. എല്ലാവർക്കും നന്മ വരണേന്നാണ് ഈ ഉള്ളവന്റെ പ്രാർത്ഥന. ലോക നന്മയ്ക്ക് വേണ്ടി സദാ നേരവും പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വ്യക്തി പീലിപ്പോസ് അല്ലയോ? പീലിപ്പോസ് ഇല്ലായിരുന്നെങ്കിലേ ഈ ലോകത്തിന്റെ ഒരു ഗതിയെ. സാറെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. കർത്താവിന് സ്തുതി. ആ പിന്നെ അനാഥാലയത്തിൽ എന്തൊക്കെയുണ്ടോ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ സൈക്കിളിൽ കയറി ഇങ്ങോട്ട് പാഞ്ഞത്. അത്രയ്ക്ക് അങ്ങോട്ട് ആവേശം വരാൻ എന്നതാണോ വിശേഷം? ക്ലാരക്കുഞ്ഞിന്റെ കാര്യം തന്നെ. എന്റെ പൊന്നു സാറേ, ക്ലാരക്കുഞ്ഞിന്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന ഒഴിയാബാധയില്ലേ, അതിനെ ഓർത്തിട്ടാ എന്റെ വേവലാതി. ഇനി അഥവാ സാറ് തന്നെ അങ്ങ് അനുവാദം കൊടുത്തെന്നിരിക്കട്ടെ, അതും പ്രകാരം ക്ലാരക്കുഞ്ഞ് ആ അനാഥ കൊച്ചിനെയും കൊണ്ട് ഈ വീട്ടിൽ കയറി വന്നെന്നും ഇരിക്കട്ടെ. പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും മുമ്പില് തരക സാറിന് തലയുയർത്തി നടക്കാൻ പറ്റുമോ സാറേ? ആളുകളുടെ ചോദ്യങ്ങളിൽ നിന്ന് സാറിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? വായി കുരുത്തുപോയില്ലേ? ഇനി സഹിക്കാൻ നിവർത്തിയില്ലല്ലോ. വായിൽ കുരുത്തോ? ആരെ വായില്? ക്ലാരമോൾ ഒഴിഞ്ഞു മാറിയിട്ടും എന്റെ നിർബന്ധത്തിനാണ് അവൾ മൈക്കിളിനെ വിവാഹം കഴിച്ചത്. അവിടെ മുതൽ എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിച്ചു തുടങ്ങിയത്. അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ ദൈവം ഏത് വഴി കൽപ്പിച്ചാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ആരാ? മോളായിരുന്നോ? എന്താ കുട്ടി ഈ രാത്രിയില്? ടീച്ചർ ഉറങ്ങിയില്ലായിരുന്നോ? നോക്കാൻ വന്നതാവുമല്ലേ? ഇനി ഇവിടെ വച്ചെങ്ങാനും ഞാൻ വീണ്ടും ആത്മഹത്യക്കെങ്ങാനും ശ്രമിച്ചാലോ? അല്ലേ മോളെ? അല്ലമ്മേ, എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. എന്താ കുഞ്ഞെ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എന്താ മോളെ? എന്താ മോളെ, നീ എന്തിനാ കരയുന്നത്? എന്തു പറ്റി?
ക്ലാരെ, എന്താ മോളെ ഇത്? നീ കാര്യം പറ, കരയാതെ. എനിക്കും ആരുമില്ല അമ്മേ. എന്റെ കുഞ്ഞല്ലാതെ വേറെ ആരും എനിക്കില്ല. അവൾ സ്നേഹമോള്, അവൾ എന്റെ ജീവനാ അമ്മേ. അവൾ എന്റെ മോളാ, എന്റെ മാത്രം മോള്. അതിനെന്താ കുട്ടി? അങ്ങനെയല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അമ്മയ്ക്കറിയോ, അമ്മയുടെ മോള് രേണുകയെ പോലെ ഒരിക്കൽ ഞാനും വീട് വിട്ടിറങ്ങിയതാ. രേണുക പോകുമ്പോ അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവനുണ്ടായിരുന്നെങ്കിൽ എന്റെ ഉള്ളിൽ മരിച്ചുപോയ എന്റെ കുഞ്ഞിന്റെ ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാനസിക നില പോലും തകരാറിലായേക്കാവുന്ന ഒരു ഘട്ടത്തിൽ മദർ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അമ്മയുടെ രേണുക മോൾക്ക് സംഭവിച്ചതുപോലെ എനിക്ക് സംഭവിക്കുമായിരുന്നേനെ. അങ്ങനെയെങ്കിൽ സ്നേഹമോളെ എനിക്ക് കിട്ടില്ലായിരുന്നു, ഈ ജീവിതം എനിക്ക് കിട്ടില്ലായിരുന്നു. രേണുകയും ഇപ്പോഴമ്മയെയും പരിചരിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടില്ലായിരുന്നു. അതിനൊക്കെ കാരണം എന്റെ സ്നേഹമോള. അവളൊരു മാലാഖയാണമ്മേ. മോളെ, നിന്നെ എന്തോ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉള്ളിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലെ. ഇല്ലമ്മേ, ഞാൻ അതുകൊണ്ടല്ല. അമ്മയെ കണ്ടപ്പോ ഞാൻ എൻ്റെ മമ്മിയെ, പപ്പയെ, അനിയനെ എല്ലാവരെയും ഓർത്തതുപോലെ. അതുകൊണ്ടാ ഞാൻ, അല്ലാതെ. നിനക്ക് വീട്ടിൽ പോയിക്കൂടെ മോളെ? എന്തിനാ ഇവിടെ ഇങ്ങനെ ജീവിതം പാഴാക്കുന്നത്? നിനക്ക് എല്ലാവരും ഉണ്ടല്ലോ, ചെറുപ്രായമല്ലേ. ഞങ്ങളെപ്പോലെയാണോ നീ? ഞങ്ങൾ പോവും അമ്മേ. പപ്പയുടെയും മമ്മിയുടെ അടുത്തേക്ക് ഞാനും എൻ്റെ മോളും പോവും. പക്ഷെ അപ്പോഴും ഈ അമ്മയെ കാണാൻ ഞങ്ങൾ വരും. അമ്മ എവിടെയാണെങ്കിലും ഞങ്ങൾ വന്ന് കാണും. അതിനുള്ള അനുവാദം മാത്രം അമ്മ തന്നാ മതി ഞങ്ങൾക്ക്. മോളെ, അമ്മയുടെ രേണുക മോള് മരിച്ചിട്ടില്ലെന്ന് കരുതിക്കോളൂ. ആ സ്ഥാനത്ത് ഇനി മുതൽ എന്നെ കണ്ടോളൂ. എന്റെ സ്നേഹമോൾ അമ്മയുടെ സ്വന്തം ചെറുമകളാണെന്ന് കരുതിക്കോളൂ. അമ്മയ്ക്ക് എല്ലാരും ഉണ്ടെന്ന് വിശ്വസിച്ചോളൂ. എന്നും ഈ ഞങ്ങളുണ്ടെന്ന് കരുതിക്കോളൂ. നിന്റെ മനസ്സിന്റെ നന്മ എനിക്ക് നന്നായി അറിയാം മോളെ. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സങ്കടമൊക്കെ മാറും. ഈ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിനക്കും നിന്റെ മോൾക്കും ഉണ്ടാകും. ചെല്ല്, നേരെ ഒരുപാടായി. മോള് പോയി കിടന്നുറങ്ങ്.